തുടങ്ങുമ്പോൾ ജാസിപ്പ ഉള്ള സ്വഭാവത്തിൽ ഇത് നോമ്പ് തുടങ്ങിയാൽ മാറ്റാൻ സ്വഭാവം കഴിയും. ഞാനോ പൊട്ടിടില്ല, ഇതൊന്നും എടുത്തില്ല, പിന്നെ ഔറത്ത് കാണിച്ച് നടക്കത്തില്ല. കാരണം നോമ്പ് കാലത്ത് മാത്രമാണ് ഔറത്ത് മറക്കാൻ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പബ്ലിക്കലി ഒരുപാട് അങ്ങനെ ഔറത്ത് കാണിച്ച് നടക്കുന്ന ഒരാളായി തോന്നുന്നുണ്ടോ? ഞാൻ എന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരു വൾഗർ ഡ്രസ് ഒന്നും ഞാൻ ഇടല്ല. ഞാൻ നോർമൽ ചുരിദാർ, സാരി അങ്ങനെയൊക്കെ ഇടല്ലോ. മോഡൽ ഡ്രസ് ഒന്നും എനിക്ക് ചേർത്തില്ല. എനിക്ക് ഇഷ്ടം സാരി, ചുരിദാർ അതൊക്കെ എടുക്കുന്നതാണ്. നോമ്പ് തുടങ്ങുമ്പോൾ ജാസിപ്പ ഉള്ള സ്വഭാവത്തിൽ നോമ്പ് തുടങ്ങും വരെ ഞാൻ ഔറത്ത് കാണിക്കില്ല എന്നാണ്. ഇതിപ്പം ആണുങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കിൾക്കൊടിയുടെ താഴെ മാത്രമേ ഔറത്തുള്ളൂ. പെണ്ണുങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കനെ ഉൾപ്പെടെ ഇടണം, കണ്ണും കാണാൻ പാടില്ല വെളിയിലെ. അല്ല, ഇവനിത് ഏത് കണത്തിൽ പെടും? ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണിയടി. അതല്ല, ഇവൻ വലിയ എന്തൊക്കെയോ വലിയ പിന്നെ ഇസ്ലാമികപരമായിട്ടൊക്കെ സംസാരിക്കുന്ന ആളാ. ഇവരോട് ഇപ്പൊ എന്താ നമ്മൾ പറയാ? നമ്മൾ ഈ കേസ് കേട്ട് എടുക്കണ്ടെന്ന് വെച്ചതാ, മണിയടി കേസ് കേട്ട് നമ്മൾ എടുക്കണ്ടെന്ന് വെച്ചതാ. എന്നിട്ട് ഇവന്റെ ഗുണയാടി ഞാൻ ഇസ്ലാമികപരമായിട്ട് നിൽക്കുള്ളൂ. ഇസ്ലാമിൽ ഇവനെന്ന് പറയാനും പറ്റൂല, മൈര പെണ്ണെന്ന് പറയാനും പറ്റൂല, ഒന്നും പറയാൻ പറ്റില്ല. ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത്, ഇസ്ലാമില് പിന്നെ പിന്നെ ആണിന്റെ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആണിന്റെ പിന്നെ ഔറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുപൊക്കളുടെ ഇടയിലുള്ള സംഭവമാണ്. ഇവനിതെന്താ കാണിക്കുന്നെന്താ എന്താ എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് അറിഞ്ഞെങ്കിൽ പിന്നെ ഞാൻ അല്ല, ഇവൻ മറ്റേ ജുമായ്ക്കൊക്കെ പോക്കണ്ടോ? ഇവനെ പള്ളി കയറ്റാൻ പറ്റുമോ? മുജാഹിദുകൾക്ക് കേട്ടാ. എന്നാൽ ഇവന് ഇപ്പം ഒരു പള്ളി പോകുമ്പോ പിന്നെ ആണുങ്ങളെ സുന്നത്ത് ചെയ്തിട്ടുണ്ടോ? എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. സുന്നത്തൊക്കെ കട്ട് ചെയ്ത് എന്തൊക്കെയോ ചെയ്തിന്, അതൊക്കെ പോട്ടെ. ഈ ഒരു പുണ്യമാസം അടിച്ചു പൊളിക്കുക. പുണ്യമാസം റമദാൻ വരികയാണ്. എല്ലാവരും ഉള്ളത് മാസങ്ങൾ മുഴുവൻ കുപ്പി, പിന്നെ ഒരു മാസം തൊപ്പിയെല്ലാം കണക്ക് മാറ്റി വെച്ചിട്ട് എല്ലാവരും. ആര്? കുപ്പിയോ തൊപ്പിയോ? എന്താ ആരാണ് ഉദ്ദേശിച്ചത്? എന്താ സംഭവം? എന്താ ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ കുപ്പി അടിച്ചോണ്ടിരിക്കുക? അല്ല, പുണ്യമാസം എന്ന് പറഞ്ഞിട്ട് പുണ്യമാസത്തിൽ അടിച്ചു പൊളിക്ക്. എന്താ ഉദ്ദേശം? എന്താ ഉദ്ദേശിച്ചേ? പെരുന്നാളിന് അടിച്ചു പൊളിക്ക് സ്വാഭാവികം, ഓക്കെ. അല്ല, ഇവൻ തന്നെ പറയുന്നുണ്ട് കുപ്പി മാറ്റി വെക്കുക, തൊപ്പി മാറ്റി വെക്കുക, ഓണത്തിന് അടിച്ചാലും 10 ദിവസം അടിച്ചാലും ഓക്കെ. ഓണത്തിന് ആൾക്കാർ നോമ്പിന് ആരാണ് അടിക്കണത്? അടിക്കണത് വരെ മാറി നിൽക്കും. അടിച്ചു പൊളി. ഇതുപോലുള്ള മണിയടി നമ്മൾட்ட പറയണോ? ഞാനൊരാഴ്ച ചിരിക്കാനാ വിചാരിച്ചു. ഇവന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കേസ് എടുക്കണ്ടെന്ന് വിചാരിച്ചതാ. പിന്നെ മണിയടി നമ്മൾ എടുത്തിരിക്കുന്നു. എല്ലാവർക്കും ഉള്ളതാണ്, അടിക്കുമല്ലോ. ആലോചിച്ച് നോക്കി, ഇവര് കുണ്ടമ്പാടി എടുക്കണേന് അതിനെ വർണ്ണിച്ച്, എന്നിട്ട് അതല്ല നോമ്പെടുക്കുന്നു, പൊട്ടൊക്കെ കുത്തി ഞങ്ങള് മറ്റു മതസ്ഥരെ നമ്മള് പിന്നെ താഴ്ത്തി കിട്ടില്ല. ഇസ്ലാമില് പറഞ്ഞിട്ടുണ്ട് എന്ത്? മതസ്ഥരല്ല, മതവിശ്വാസികളെ നമ്മൾ അംഗീകരിക്കും. ഈവൻ വെറും കുണ്ടനെ നമ്മൾ എന്തിനാ അംഗീകരിക്കണോ? അങ്ങനെ പറയാൻ പറ്റില്ല. കുണ്ടൻ എന്ന് പറയാൻ പറ്റില്ല. കുണ്ടന്മാർക്കൊരു ഇതല്ലേടേ, കുണ്ടന്മാർക്കൊരു ഉളുപ്പ് വന്നു ഈ മൈരിനെ കണ്ട. ഇതാണല്ല പെണ്ണല്ല. എന്നിട്ട് പിന്നെ ഖുർആനൊക്കെ ഓതിയില്ലേ കൂടെ? അത് മാത്രമേ കണ്ടുള്ളൂ. അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം, അത് മാത്രമേ അറിവിൽ അറിയാം. ഇസ്ലാമിന്റെ വിശേഷങ്ങളും പിന്നെ ഇസ്ലാമിന്റെ നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങളെ പോലുള്ള ആളുകള് അല്ലെ, മനോഹരമായിട്ടുള്ള ഞങ്ങളെ പോലുള്ള ആളുകള് ഞങ്ങൾ ഏറ്റെടുത്തോളാം. നിന്നെ സംബന്ധിച്ചിടത്തോളം നീ അതിൽ ബാധിക്കണേ ഇല്ല. ഇപ്പൊ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും നോമ്പ് പിടിക്കണ അവരവരെ വിശ്വാസം. എന്നിട്ട് നിന്റെ കോണ വർത്താനം ആവശ്യമില്ല. ഞങ്ങൾ ഇതൊന്നും പൊട്ട് തൊടൂല. ഞാൻ മറ്റേ സിന്ദൂരം തലയിൽ മക്കനെ ഉപ്പ് വന്നിട്ട് കൊടുക്കുവോ? എടാ, നിന്റെ ഔറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ വൾഗറബിള് മറ്റേ നുമ്പ് മറ്റേ മണി അടിച്ചെന്ന് പറഞ്ഞിട്ട് മണി രണ്ടും കോട്ടി അടിച്ചിട്ട് കൊച്ചുണ്ടായി. മണി രണ്ടും കോട്ടി അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ഐസ്ക്രീം വാങ്ങിക്കാനാണ്. വൾഗറബിളായിട്ട് ഞാൻ ഡ്രസ്സ് നിറവില്ല. ഞാൻ നോമ്പ് നോൽക്കും. നോമ്പ് നോൽക്കാൻ എനിക്ക് പിന്നെ നോമ്പ് ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ. നോമ്പ് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ മെൻസസ് ആകുന്ന സമയത്തെ നോമ്പ് ഒഴിവാക്കേണ്ടി ഉള്ളൂ. എനിക്ക് അതും ഇല്ല. എന്നിട്ട് 30 നോൽക്കും. നോറ്റോ അത് വിഷയമല്ല. നിന്റെ കേസ് കേട്ടൊന്നും ഞങ്ങളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ ഒക്കെ താങ്ങി നടന്നിട്ട് വീഡിയോ ചെയ്യാൻ പോണ അവസ്ഥ ആലോചിച്ച് നോക്കി. ആരാ ഇവനൊക്കെ വീഡിയോ എടുക്കുന്നത്? അവനിക്ക് നന്ദില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു കാര്യം വിഷയം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ ഇങ്ങനത്തെ കേസ് എടുക്കാറില്ല. പക്ഷെ എന്താ പറയാ, എന്റെ ഓരോ വീഡിയോ നമുക്ക് ഇട്ട് വന്നിട്ട് ഇതിനെ കുറിച്ച് പറയും. ഇത് പറഞ്ഞുകൊണ്ട് മാത്രം പറയാണ്. നിങ്ങൾ എന്തേലും ആയിക്കോട്ടെ, ഇത് വീഡിയോ ഇട്ടിട്ട് ഞങ്ങളെ സാധനങ്ങള് അതിലൊന്നായിട്ട് ഞാൻ കണക്കൂട്ടിട്ടുള്ളൂ. കുറ്റിപ്പുറത്ത് താഴത്ത് സാധനം
അതിപ്പോ മീശി താടിയൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ എന്തോ ഇവിടെ ബലൂൺ എന്തോ വിൽപ്പിച്ച് താഴെ എന്തോ കട്ട് ചെയ്തെന്ന് പറഞ്ഞു അള്ളാഹ്ക്ക് അറിയാം. താഴെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മയിരി അതെന്തോ ആയിക്കോട്ടെ, സുന്നത്ത്. അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ താഴെ കട്ട് ചെയ്താൽ സുന്നത്തേ പറയുള്ളൂ. അപ്പൊ എന്റേത് കട്ട് ചെയ്തിരിക്കുന്നത് സുന്നത്തെന്ന് പറയുന്നതിനാ. കുണ്ടൻ എന്നും കുണ്ടൻ തന്നെയാണ്. അപ്പൊ ഞങ്ങൾ നോമ്പിന് മുമ്പ് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വിചാരിച്ചാണ്. ഇനി മേലാൽ ഇങ്ങനത്തെ കേസ് പറഞ്ഞാൽ നാണക്കെട്ട് കേസുകൾ 1-7 വെച്ച് നമുക്ക് എന്ത് ചെയ്യും, കുറ്റം കിട്ടും. നമുക്ക് നമ്മള് ഹറാമിന് കൂട്ടുക്കാത്ത ആൾക്കാരാ. വല്ലാഹി സത്യം, വല്ലാഹി ബില്ലാഹി. അപ്പൊ നമുക്ക് താല്പര്യമില്ല ഇനി ഇങ്ങനത്തെ കേസ് കിട്ടുള്ളതായിട്ട് വരല്ലേ, ഞങ്ങൾക്ക് പറയാതിരിക്കാൻ കഴിയൂല കേട്ടോ. അപ്പൊ ഓക്കെ, ശരി ശരി ശരി, ബൈ ബൈ. പേടിയില്ലല്ലോ. അപ്പൊ ഈ ഇങ്ങനത്തെ കേസ് കിട്ടുന്ന വരല്ലേ കേട്ടോ. ഇതൊന്നും എടുക്കാൻ വയ്യ, എടുക്കാൻ വയ്യ.